ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2025 കാസ്റ്റിംഗിൽ ഇറങ്ങിയിട്ടുള്ള സ്ട്രീറ്റ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. മോഡലിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ ഒരു മോഡലിനെ പറ്റി അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാൻ മേലാത്തവർക്ക് ഞാനിത് പറഞ്ഞുതരാം. ഒരു ഫാൻസി മോഡലാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺകാർഡ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ഒരു ബ്ലൂ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയിൽ ഒരു ബ്ലൂ ഗ്ലോസി ഫിനിഷിംഗ് കളറാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ബോഡിയിലേക്കുള്ള സ്കെയിൽസ് ഒരു ആനിമൽ ടച്ചാണ്. ഈ ഒരു വാഹനം ശരിക്കും നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഹോട്ട് വീൽസ് ലെറ്റ്സ് റേസ് എന്ന് പറഞ്ഞൊരു ജനപ്രിയ ആനിമേറ്റഡ് സീരീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മോഡൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ സീരീസിൽ ക്രൂയിസ് എന്ന കഥാപാത്രത്തിന്റെ പ്രധാന കാറാണിത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ കാറുകളുടെ ഒരു മോഡലിൽ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു എക്സോട്ടിക് കാർ. ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് കട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ബ്ലൂ ആൻഡ് റെഡ് കളർ അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു സ്പോർട്ടി ലുക്കായിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ വീൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീൽസ് ഒക്കെ വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മതി, നല്ല രീതിയിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊരു റെഡ് കളർ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അലോയ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഒരു എയറോ ഡൈനാമിക് ഡിസൈൻ തന്നെയാണ്. ബാക്ക് സൈഡിലൊന്നും വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ടെയിൽ ലൈറ്റും എക്സോസ്റ്റും അങ്ങനെയൊന്നും വേറെ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഓവറോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനും പാറ്റേണുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഈ മോഡലിലെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റിയറിങ്ങും സീറ്റ്സും ഒക്കെ കാണാൻ സാധിക്കും. കൂടാതെ ഇതൊരു സിംഗിൾ ഡ്രൈവ് വാഹനമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിനൊക്കെ അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പുറകിൽ ഇതിൻ്റെ ബാഡ്ജിയും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് പുറകെ വരുന്നത്. പിന്നെ ബോഡി വരുന്നത് ഈ പറഞ്ഞ പോലെ മെറ്റൽ പാർട്ടാണ്. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഇതുപോലുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും പുതിയൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വീണ്ടും വരാൻ. ടേക്ക് കെയർ ഗൈസ്. സോ സീ യു സൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.